മെഡിസിൻ സച്ച് ആസ് വയാഗ്ര, റൈറ്റ്, സിൽഡനാഫിൽ, ടെഡലാഫിൽ. അപ്പൊ ഈ മെഡിസിൻസ് ഒക്കെ ആയിരിക്കും ഒരു യൂറോളജിസ്റ്റ് കൊടുക്കുന്നുണ്ടാവുക. വിൽ ഹെൽപ്പ് ദാറ്റ് പേഴ്സൺ ടു പെർഫോം. പക്ഷെ വാട്ട് ഇസ് കോസിംഗ് ദാറ്റ് ഇഷ്യൂ? അവിടെ ചിലപ്പോൾ ഇഷ്യൂ റൂട്ട് കോസ് വരുന്നത് ചിലപ്പോൾ ബ്ലഡ് ഫ്ലോ ടു റീപ്രൊഡക്റ്റീവ് ഏരിയാസ് പ്രോപ്പർ ആയിരിക്കില്ല. ചിലപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ, വിച്ച് ഇസ് ദ മെയിൽ സെക്സ് ഹോർമോൺ, അത് ഓപ്റ്റിമം ലെവലിൽ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാവുന്നുണ്ടാവില്ലായിരിക്കും. റൈറ്റ്, സ്പേം കൗണ്ട്, സ്പേമിന്റെ മോട്ടിലിറ്റി ഓർ മൊബിലിറ്റി ഓഫ് ദ സ്പേം. ചില സമയത്ത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഈവൻ ദ എൻവയോൺമെന്റ്, നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ശ്വസിക്കുന്ന വായു വരെ എന്താ വെഹിക്കിൾ എക്സോസ്റ്റും ബാക്കിയാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഇതെല്ലാം സിവിയർ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. തുടർന്ന് ഫെർട്ടിലിറ്റിയും ഇത് ഇമ്പാക്ട് ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സെക്ഷൽ റിലേറ്റഡ് ഹെൽത്ത് ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് സ്റ്റൈലിൽ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനുള്ളത്. ഒന്ന്, വാസ്കുലർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യുക, അത് മാനേജ് ചെയ്യുക. അത്യാവശ്യം കുറച്ച് സപ്ലിമെന്റ്സ്, ന്യൂട്രിയൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആണ് അവിടെ. എൽസിട്രുലിൻ, എലാർജിനിൻ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്കുലർ ഹെൽത്ത് ഒരു പരിധി വരെ ഇംപ്രൂവ് ചെയ്യാം. മെഗ്നീഷ്യം ആക്ച്വലി പ്ലേസ് എ റോൾ. മെഗ്നീഷ്യം ഓൾസോ അലൗസ് ബോഡി ടു മെയിൻറ്റെയിൻ ദ വാസ്കുലർ ഹെൽത്ത്. അതായത് ഈ ബ്ലഡ് വെസൽസ് വലുതാവുകയും ചെറുതാവുകയും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ വലുതാവുമ്പോൾ പ്രഷർ കുറയും, ചെറുതായി കഴിഞ്ഞാൽ പ്രഷർ കൂടും. ഇങ്ങനെയാണ് നമ്മുടെ ബോഡി ബ്ലഡ് പ്രഷർ സ്വയം മാനേജ് ചെയ്യുന്നത്. പക്ഷെ അതിനാവശ്യത്തിന് മെഗ്നീഷ്യം വേണം. സിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ഹെൽത്ത് പോയി, ലിബിഡോ കുറഞ്ഞു. അത് മാത്രമല്ല, റെഡ് ബ്ലഡ് സെൽ പ്രൊഡക്ഷന് ടെസ്റ്റോസ്റ്ററോൺ വേണം. പിന്നെ അതുപോലെ ഫോളിക് ആസിഡ് ഇമ്പോർട്ടന്റ് ആണ് സ്പെർം സെൽസും DNA മെയിൻ്റനൻസിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ആന്റി ഓക്സിഡന്റ്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, കാര്യങ്ങളൊക്കെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും കൂടെ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്.